Hi dear friends, welcome to the class on basic accounting. In the last class we have seen what is accounting. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And in this class we are going to see some basic terms and concepts regarding accounting. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഈ ബേസിക് ടേംസും കോൺസെപ്റ്റ്സും മനസ്സിലാക്കിയാൽ അക്കൗണ്ടൻസി വളരെ എളുപ്പമാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ അക്കൗണ്ടൻസി കുറച്ച് ബുദ്ധിമുട്ടാണ്. So let us try to understand these basic terms and concepts regarding accounting. Very easy, but listen carefully, okay? So let us begin with what is business transaction. Business transaction is any economic activity or event that changes the financial position of the business firm. So it is an economic activity. ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിനെയും അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെയും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം ഇഫ് ഇറ്റ് ചേഞ്ചസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഫേം. നിങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്കണോമിക് ആക്ടിവിറ്റിനെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. സോ എ ബിസിനസ് ട്രാൻസാക്ഷൻ വിൽ റിസൾട്ട്സ് ഇൻ ഐദർ ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഇൻ ഡിക്രീസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒന്നുകിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കുറയ്ക്കുകയോ ചെയ്യുന്നതായിരിക്കും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ. ലെറ്റ് us see some examples for business transactions. Your business firm purchased a machinery. മെഷീനറി മേടിച്ചു, നിങ്ങളുടെ ബിസിനസ് ഫേമിലേക്ക് ഒരു മെഷീനറി മേടിച്ചു. ഓഫ് കോഴ്സ് ഇറ്റ് അഫക്ട്സ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് യുവർ ബിസിനസ് ഫേം. സോ ഇറ്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. യുവർ ബിസിനസ് ഫേം ടുക്ക് എ ബാങ്ക് ലോൺ എടുത്തു. അഗെയിൻ ഇറ്റ് അഫക്ട്സ് ദ financial position of your business firm. So it is also a business transaction. The firm paid salary to employees. Employees-ന് salary കൊടുത്തു, പൈസയാണ് കൊടുക്കുന്നത്. So it affects the financial position. The firm produced 1000 kg of finished products. 1000 kilogram finished products ഉണ്ടാക്കി. Again, it is an economic activity and it is a financial, it affects the financial position of the business firm. So it is business transaction. The owner of the firm went for a vacation with his family. അതെങ്ങനെയാണ് ഒരു എക്കണോമിക് ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ ഓണർ അയാളുടെ ഫാമിലിയുടെ കൂടെ ഒരു വെക്കേഷന് പോയി. അത് നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യുമോ? എനിക്കൊരു സംശയം ഉണ്ടല്ലോ. ഓണർ അയാളുടെ ഭാര്യയും കുട്ടികളെയും കൂട്ടിയിട്ട് അയാൾ ഒരു വെക്കേഷനിൽ പോയി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഫേമിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണോ? ഫിനാൻഷ്യൽ പൊസിഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണോ? നോക്കാം. വിത്ത് ബിസിനസ് ഫണ്ട്, ദ ഓണർ ഓഫ് ദ ഫേം വെന്റ് ഫോർ എ വെക്കേഷൻ വിത്ത് ഹിസ് ഫാമിലി വിത്ത് ബിസിനസ് ഫണ്ട്. സോ ബിസിനസ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ ടൂറ്. ഓണറിന്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടിയിട്ട് പേഴ്സണൽ ടൂറിനാണ് പോയിരിക്കുന്നത്. പക്ഷേ പൈസ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ബിസിനസ് ഫേം എന്നാണ് എടുത്തിരിക്കുന്നത്. സോ ബിസിനസ് ഫണ്ടിൽ നിന്നാണ് പൈസ എടുത്തു പോയിരിക്കുന്നത്. സോ ദാറ്റ് അഫക്ട്സ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് യുവർ ബിസിനസ് ഫേം ആൻഡ് ഇറ്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. സോ ദിസ് ഈസ് വാട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ്. Now let us see some more aspects of business transactions. Receipts and expenditure. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. The whole business transactions can broadly be classified into two: receipt and expenditure. എന്തൊക്കെയാ നോക്കാം. ബിസിനസ് ഫേമിലേക്ക് റെസിപ്റ്റ്. എന്താണ് റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ബ്രിങ്സ് ഫണ്ട് ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനെയും നമ്മൾ റെസിപ്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ? ദാറ്റ് ടേക്സ് ഔട്ട് ദ ഫണ്ട് ഫ്രം ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്നും ഫണ്ട് പുറത്തേക്ക് പോകുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. റെസിപ്റ്റ് മീൻസ് ദ ട്രാൻസാക്ഷൻ ദാറ്റ് ബ്രിങ്സ് ഫണ്ട് ഇൻ ടു ദ ബിസിനസ്. എക്സ്പെൻഡിച്ചർ മീൻസ് ദ ട്രാൻസാക്ഷൻ ദാറ്റ് ടേക്സ് ഔട്ട് ദ ഫണ്ട് ഫ്രം ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഫണ്ട് വരുന്നു, ബിസിനസ്സിൽ നിന്നും ഫണ്ട് പോകുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ ബിസിനസ് ഫേം. സോ റെസിപ്റ്റാണ് ആദ്യം വരിക. റെസിപ്റ്റ് ഇല്ലാതെ എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ആദ്യം ബിസിനസ്സിലേക്ക് ഫണ്ട് വരുന്നു. ആ ഫണ്ട് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഫണ്ട് കുറച്ച് പുറത്തേക്ക് പോകുന്നു. ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ. സോ വിത്തൗട്ട് റെസിപ്റ്റ് യു കനോട്ട് ഹാവ് ആൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ബിസിനസ് എക്സ്പെൻഡിച്ചറും ഉണ്ടാവും, റെസിപ്റ്റും ഉണ്ടാവും.
റെസിപ്റ്റാണ് ആദ്യം ഉണ്ടാവുക, അതിൽ നിന്നും എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നു. സോ ഇതിൻ്റെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ബിസിനസ് ഫേം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. നമുക്കിനി റെസിപ്റ്റിനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാട്ട് ഈസ് റെസിപ്റ്റ്? As we have already seen, receipts are the business transactions that brings fund into the business. ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനെയും നമ്മൾ റെസിപ്റ്റ് എന്ന് പറയും. എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് വരുന്നത്? ഏതൊക്കെ രീതിയിലാണ് ഫണ്ട് വരുന്നത്? സോ ദിസ് ഈസ് ബിസിനസ് ഫേം. ആരൊക്കെയാണ് ബിസിനസ് ഫേമിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് ഫേമിലേക്ക് ഫണ്ട് വരുന്നത്? ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട് ഈസ് ഓണർ. ബിസിനസ് ഫേമിലേക്ക് ആദ്യം ഫണ്ട് ഇറക്കുന്ന വ്യക്തി ആരാണ്? ഓണറാണ്. സോ ഓണർ ഈസ് പുട്ടിങ് സം ഫണ്ട്സ് ഇൻ ടു ദ ബിസിനസ് ഫേം. അങ്ങനെയാണ് ബിസിനസ് ഫേം ജനിക്കുന്നത്, അല്ലേ? ഹിയർ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ബിസിനസ് ഫേം എന്ന് പറയുന്നതും ഓണർ എന്ന് പറയുന്നതും രണ്ട് വ്യക്തികളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ബിസിനസ് ഫേം ഈസ് എൻ ഇൻഡിവിജ്വൽ വൈൽ ഓണർ ഈസ് അനദർ ഇൻഡിവിജ്വൽ. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ മനസ്സിലാക്കില്ല, ഓണറും ബിസിനസ് ഫേമും ഒന്ന് തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ അക്കൗണ്ടൻസിയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ് ഫേം ആൻഡ് ഓണർ ആർ ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. നിങ്ങളൊരു അക്കൗണ്ടൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ബിസിനസ് ഫേമിൻ്റെ കണക്ക് സൂക്ഷിപ്പുകാരനാണ്, ഓണറിൻ്റെ അല്ല. സോ യു ആർ എൻ അക്കൗണ്ടൻറ്റ് ഓഫ് ബിസിനസ് ഫേം, നോട്ട് ദ ഓണർ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിസിനസ് ഫേമിലേക്ക് ഫണ്ട് ആദ്യം ഇറക്കുന്ന വ്യക്തി ആരാണ്? ഓണറാണ്. ബിസിനസ് ഫേമിലേക്ക് ഫണ്ട് ഇറക്കുന്നു ഓണർ. ആ ഫണ്ട് പോരാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ നിന്ന് ഫണ്ട് മേടിക്കും? ബിസിനസ് ഫേം ഓണറിൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കും. കടത്തിനാണ് കേട്ടോ, തിരിച്ചു കൊടുക്കണം. ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു കൊടുക്കാണ്ടിരിക്കരുത്. സോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫണ്ട് സ്വീകരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ട് ഈസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ്. ദെൻ ബാങ്ക്. ഓണറിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് കിട്ടി, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് കിട്ടി, ഇനിയും തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വി വിൽ അപ്രോച്ച് എ ബാങ്ക്. സോ ബാങ്ക് വിൽ പ്രൊവൈഡ് ലോൺ. Here also we are getting some fund from the bank. Then general public. In case of public limited companies, public companies ഒക്കെ ആണെങ്കിൽ they will get fund from the general public. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാം. Then sale of old asset. പഴയ അസറ്റ് 5-6 വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തേയ്മാനം വന്ന് അസറ്റ് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയാൽ ആ അസറ്റ് നമ്മൾ വിറ്റ് കാശുണ്ടാക്കും. ദാറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ട് ഈസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ്. സോ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഈസ് റെസീവ്ഡ് ഫ്രം ദ റെഗുലർ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ഫേം. ബിസിനസ് ഫേം എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ റെഗുലർ ഓപ്പറേഷൻസിൽ നിന്നും കുറേ ഫണ്ട് കിട്ടും, കുറേ റെസിപ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. എന്താണത്? നോക്കൂ, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാൻ കണ്ണൻ ദേവൻ തേയിലയാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ടാറ്റ ടീ ലിമിറ്റഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കണ്ണൻ ദേവൻ. സോ ടാറ്റ ടീ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് ഫേമിൻ്റെ പ്രധാന റെഗുലർ ഓപ്പറേഷൻ എന്താണ്? തേയില ഉണ്ടാക്കുന്നു, കണ്ണൻ ദേവൻ പാക്കറ്റിലാക്കുന്നു, വിൽക്കുന്നു. ദാറ്റ് ഈസ് ദ റെഗുലർ ഓപ്പറേഷൻ. ഓരോ കണ്ണൻ ദേവൻ തേയില പാക്കറ്റ് വിൽക്കുമ്പോഴൊക്കെ അവർക്ക് റെസിപ്റ്റ് കിട്ടും, അവർക്ക് ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ദ റെഗുലർ ഓപ്പറേഷൻ. അനദർ എക്സാമ്പിൾ ഈസ് യൂണിലിവർ ലിമിറ്റഡിൻ്റെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ലക്സ്. ലക്സ് പോലുള്ള പല പ്രൊഡക്റ്റുകളുണ്ട്. ഈ ഓരോ പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോഴൊക്കെ അവർക്ക് ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ദ റെഗുലർ ബിസിനസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിപ്റ്റാണ് റിസീപ്റ്റ് ഫ്രം ദി റെഗുലർ ഓപ്പറേഷൻസ്. ഇതിനു വേണ്ടിയിട്ടാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത്. ഈ റെസിപ്റ്റാണ് നമുക്ക് വേണ്ടത്. ശരിക്കും കുറേ ബാങ്ക് ലോൺ കിട്ടിയതുകൊണ്ടോ കുറേ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ കിട്ടിയതുകൊണ്ടോ കുറേ ഓണർ ഫണ്ട് ഇറക്കിയതുകൊണ്ടൊന്നും ബിസിനസ് ഫേം വിജയിക്കില്ല. ബിസിനസ് ഫേം വിജയിക്കണമെങ്കിൽ എന്തുണ്ടാവണം? റെസിപ്റ്റ് ഫ്രം ദ റെഗുലർ ഓപ്പറേഷൻസ് വളരെയധികം ഉണ്ടാവണം. അത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അത് വിറ്റ് കിട്ടുന്ന കാശ് വളരെ കൂടുതലുണ്ടാവണം. സോ റിസീപ്റ്റ് ഫ്രം ദ റെഗുലർ ഓപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദീസ് ആർ ദ വേരിയസ് വേസ് ഇൻ വിച്ച് ദ ഫണ്ട് ഈസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ് ഫേം.
ഇതിനെല്ലാത്തിനും നമ്മൾ റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു കുടക്കീഴിലാണ് പറയുക. സോ ദീസ് ആർ ഓൾ റെസിപ്റ്റ്സ്. Now we are going to see some more aspects of receipt. റെസിപ്റ്റിനെ കുറച്ചും കൂടെ കീറി മുറിച്ച് വിശകലനം ചെയ്യാൻ പോവുകയാണ് നമ്മൾ. സോ റെസിപ്റ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു അക്കൗണ്ടൻ്റ് ഒരു റെസിപ്റ്റ് അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തി ഒരു അക്കൗണ്ടൻറ്റിന് ഉണ്ടായിരിക്കണം. സോ എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്നുള്ളത് നോക്കിയോളൂ. Receipts which are not recurring in nature and normally huge in amount is called capital receipt. Receipts which are not recurring എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാത്തത് എന്നാണ് അർത്ഥം. അടിക്കടി റിപ്പീറ്റ് ചെയ്യാത്ത റെസിപ്റ്റ് ആൻഡ് നോർമലി ഹ്യൂജ് ഇൻ എമൗണ്ട്, വളരെ കൂടുതലുമായിരിക്കും എമൗണ്ട്. സച്ച് റെസിപ്റ്റ്സ് ആർ കാൾഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. It is from non-regular business operations. Non-regular business operations നിന്നാണ് ഇത്തരം റെസിപ്റ്റുകൾ സാധാരണഗതിയിൽ നമുക്ക് ബിസിനസ് ഫേമിൽ കിട്ടാറുള്ളത്. സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് റവന്യൂ റെസിപ്റ്റ്. ദാറ്റ് ഈസ് റെസിപ്റ്റ്സ് വിച്ച് ആർ റിക്കറിങ് ഇൻ നേച്ചർ, അടിക്കടി ഉണ്ടാകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന റെസിപ്റ്റാണത്. ആൻഡ് നോർമലി സ്മോൾ ഇൻ എമൗണ്ട്, സാധാരണഗതിയിൽ അത് സ്മോൾ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റവന്യൂ റെസിപ്റ്റ് ചെറുതായിരിക്കും, അത് റിക്കറിങ് ആയിരിക്കും, അടിക്കടി ഉണ്ടാകുന്നതായിരിക്കും. സച്ച് കൈൻഡ് ഓഫ് റെസിപ്റ്റ്സ് ആർ കാൾഡ് റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. റെഗുലറായിട്ട് നടക്കുന്ന ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നും കിട്ടുന്ന റെസിപ്റ്റുകളായിരിക്കും മിക്കവാറും അത്തരം റെസിപ്റ്റുകൾ. സോ റെസിപ്റ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ എക്സാമ്പിൾ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. ഓണേഴ്സ് കോൺട്രിബ്യൂഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ക്യാപിറ്റൽ. So this is an example for capital receipt because it will be huge in amount normally and it is not recurring. ഓണർ ഇടയ്ക്കിടയ്ക്ക് പൈസ ഇറക്കൊന്നുമില്ല ബിസിനസ് ഫാമിലിക്ക്. അത് തുടക്കത്തിൽ ഒരു വലിയ തുക ഇറക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസവും ഓരോ ദിവസവും പൈസ ഒന്നും ഇറക്കാൻ ഓണറുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ക്യാപിറ്റൽ റെസിപ്റ്റ്. ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ ഈസ് ഓൾസോ നോർമലി വെരി ഹ്യൂജ് ഇൻ എമൗണ്ട്, ഹ്യൂജ് ആയിരിക്കും. 5 രൂപ 10 രൂപയായിട്ടല്ല ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുക, അത് ലക്ഷത്തിൻ്റെ എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കോടികളുടെ എമൗണ്ട് ആയിരിക്കും ബാങ്ക് ലോൺ കിട്ടുന്നത്. മാത്രമല്ല അത് നോട്ട് റിക്കറിങ് ആണ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല. എല്ലാ മാസവും ലോൺ തരുന്ന ഒരു സ്ഥാപനമല്ല ബാങ്ക് എന്ന് പറയുന്നത്. അത് ഒരു വൺസ് ഇൻ എ ടൈം ഒരു വലിയൊരു തുക ഒറ്റയടിക്ക് നമുക്ക് തരും, മനസ്സിലാണല്ലോ. സോ ദാറ്റ് ഈസ് നോട്ട് റിക്കറിങ് ആൻഡ് നോർമലി ഹ്യൂജ് ഇൻ എമൗണ്ട്. സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ലോൺ ഫ്രം ഫ്രണ്ട്സ്. ഫ്രണ്ട്സും അതെ, എല്ലാ ദിവസവും വന്നിട്ട് നമുക്ക് കാശ് തരാൻ അത്രയ്ക്കൊന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തായാലും ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ലോണ് അവർ ഒരു വലിയൊരു തുക നമുക്ക് തരും, നമ്മൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ വൺസ് ഇൻ എ ടൈം ആൻഡ് ഇറ്റ് ഈസ് ഹ്യൂജ് ഇൻ എമൗണ്ട്. ആൻഡ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. പഴയ അസറ്റ് 5-6 വർഷങ്ങൾക്ക് ശേഷം തേയ്മാനം സംഭവിച്ചതിന് ശേഷമാണ് നമ്മളത് വിൽക്കുന്നത്. അത് എല്ലാ ദിവസവും വിൽക്കുന്ന ഒരു പരിപാടി അല്ല. അത് പഴയ അസറ്റ് വിറ്റ് കാശുണ്ടാക്കലല്ല നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ പണി. സോ ബിസിനസ് ഫേമിൽ ഉപയോഗിക്കുന്ന പഴയ അസറ്റ് വിറ്റ് കാശുണ്ടാക്കി കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് റിക്കറിങ് ആൻഡ് നോർമലി ഇറ്റ് വിൽ ബി ഹ്യൂജ് എമൗണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് either creates a liability or reduce another asset. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ക്യാപിറ്റൽ റെസിപ്റ്റ് either create a liability or reduce another asset. നോക്കിക്കോളൂ കേട്ടോ, ഈ 3 എടുത്ത് നോക്കിക്കോളൂ. ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ, ക്യാപിറ്റൽ, ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ബിസിനസ് ഫേമിൻ്റെ ലയബിലിറ്റിയാണ്. ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് തിരിച്ച് ഓണർക്ക് തന്നെ കൊടുക്കാനുള്ള ബാധ്യത ബിസിനസ് ഫേമിനുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും, ഓണർ അല്ലേ, ബിസിനസ് ഫേമിൻ്റെ ഓണറല്ലേ, അത് ഓണറിനോടുള്ള ബാധ്യതയായിട്ട് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് ഫേം എന്ന് പറയുന്നത് വേറൊരു ഇൻഡിവിജ്വലാണ്, ഓണർ എന്ന് പറയുന്നത് വേറൊരു ഇൻഡിവിജ്വലാണ്. സോ ഓണർ ബിസിനസ് ഫേമിലേക്ക് ഇറക്കിയിട്ടുള്ള ഫണ്ട് അതുപോലെ തന്നെ ബിസിനസ് ഫേം തിരിച്ച് ആർക്ക് കൊടുക്കണം, ഓണർക്ക് കൊടുക്കണം. സോ ബിസിനസ് ഫേമിൻ്റെ ലയബിലിറ്റിയാണ്. ഓണർ എന്തിറക്കിയാലും അത് ബിസിനസ് ഫേമിൻ്റെ ലയബിലിറ്റിയാണ്, അത് അതുപോലെ തിരിച്ചു കൊടുക്കണം. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺ ലയബിലിറ്റിയാണ്, അത് തിരിച്ച് ബാങ്കിലേക്ക് കൊടുക്കണം. ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ലോൺ, അത് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നത് മോശമാണ്. ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ലോൺ ആണെങ്കിലും അത് ഫ്രണ്ട്സിന് തിരിച്ചു കൊടുക്കണം, അതും ലയബിലിറ്റിയാണ്. ലയബിലിറ്റി മീൻസ് ബാധ്യത. ആദ്യത്തെ 3 ബാധ്യതകളാണ്. സോ
ക്യാപിറ്റൽ റെസിപ്റ്റ് ഐദർ ക്രിയേറ്റ്സ് എ ലയബിലിറ്റി, ഒന്നുകിൽ അത് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, ഓർ റെഡ്യൂസ് അനദർ അസറ്റ്. നാലാമത്തായിട്ട് നോക്കൂ, സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, പഴയ അസറ്റ് വിറ്റ് കാശുണ്ടാക്കി. സോ ദാറ്റ് റെഡ്യൂസസ് അനദർ അസറ്റ്. ഫണ്ട് വന്നു പക്ഷെ വേറൊരു അസറ്റ് പോയി. സോ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഒന്നുകിൽ ഒരു ലയബിലിറ്റി ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറൊരു അസറ്റ് ഇല്ലാണ്ടാക്കും. സോ ദിസ് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. എൻ്റെ റവന്യൂ റെസിപ്റ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കൂ. റെസിപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് പ്രൊഡക്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൻ ദേവൻ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ലക്സോ, അത്തരം പ്രൊഡക്റ്റുകൾ വിറ്റ് കിട്ടുന്ന റെസിപ്റ്റ്, ദാറ്റ് ഈസ് റവന്യൂ റെസിപ്റ്റ്. അത് റിക്കറിംഗ് ആണ്, ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ദിവസവും വിറ്റ് കാശുണ്ടാക്കും നമ്മൾ. മാത്രമല്ല അത് സ്മോൾ എമൗണ്ട് ആയിരിക്കും, ഒരു ദിവസം കിട്ടുന്ന കാശ് ചിലപ്പോൾ സ്മോൾ ആയിരിക്കും. ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്, നമ്മൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഓരോ മാസവും നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. തുച്ഛമായ തുകയാണെങ്കിലും ഇൻട്രസ്റ്റ് ഒരു വരവാണ്. ദാറ്റ് ഈസ് എ റെസിപ്റ്റ്, ദാറ്റ് ഈസ് സ്മോൾ ഇൻ എമൗണ്ട് ആൻഡ് ദാറ്റ് ഈസ് റിക്കറിങ്. ഓരോ മാസമോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് റവന്യൂ റെസിപ്റ്റ്. കമ്മീഷൻ റിസീവ്ഡ്, നമ്മൾ ഏതെങ്കിലും ഒരു സെയിൽസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെന്ന് വിചാരിക്കുക. സെയിൽസ് എൻഹാൻസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. സോ ആ കമ്മീഷനും ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. ഫീസ് റിസീവ്ഡ്, നമ്മളൊരു കൺസൾട്ടൻസി സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ കൺസൾട്ടൻസി സർവീസ് കൊടുക്കുമ്പോൾ ഫീസ് കിട്ടിക്കൊണ്ടിരിക്കും. അതും മാസത്തിലോ അല്ലെങ്കിൽ ദിവസത്തിലോ ആഴ്ചയിലോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഫീസ് കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് സ്മോൾ ഇൻ എമൗണ്ട് ബട്ട് ദാറ്റ് ഇസ് റിക്കറിങ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. റിക്കറിങ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. റവന്യൂ റെസിപ്റ്റ്സ് നൈദർ ക്രിയേറ്റ്സ്, നൈദർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യില്ല, എന്ത് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയുമില്ല, വേറൊരു അസറ്റ് കുറയ്ക്കുകയുമില്ല. സോ റവന്യൂ റെസിപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി ഫാന്റാസ്റ്റിക്. റവന്യൂ റെസിപ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. കാരണം റവന്യൂ റെസിപ്റ്റ് നമുക്കൊരു ബാധ്യതയും ഉണ്ടാക്കാത്ത റെസിപ്റ്റാണ്, മാത്രമല്ല വേറൊരു അസറ്റ് കുറയ്ക്കുകയുമില്ല. സോ കിട്ടുന്നത് മുഴുവൻ നല്ല കാര്യമാണത്. നമുക്ക് ബാധ്യതയും ഇല്ല, നമുക്ക് വേറൊരു അസറ്റ് കുറയ്ക്കുകയില്ല. സോ ദാറ്റ് ഈസ് റവന്യൂ റെസിപ്റ്റ്. സോ ഈ റെസിപ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ വളരെയധികം ശ്രമിക്കേണ്ടത്. പക്ഷേ ഈ റെസിപ്റ്റ് മാത്രമായിട്ട് കിട്ടില്ല. ക്യാപിറ്റൽ റെസിപ്റ്റ് ഇല്ലാതെ നമുക്ക് റവന്യൂ റെസിപ്റ്റ് ഉണ്ടാക്കാനും പറ്റില്ല. മനസ്സിലാണല്ലോ? എന്തെങ്കിലും ഒരു ഓണർ ഫണ്ട് ഇറക്കിയാലേ നമുക്ക് വലിയ വലിയ മെഷീനറി ഒക്കെ മേടിക്കാനുണ്ട്. സോ ക്യാപിറ്റൽ റെസിപ്റ്റ് കിട്ടിയാലേ നമുക്ക് മറ്റ് ചിലവുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്. Now we are going to see expenditure. എന്താണ് എക്സ്പെൻഡിച്ചർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. Now we are going to see what is expenditure. നമ്മൾ കഴിഞ്ഞ സ്ലൈഡുകളിൽ കണ്ടിരുന്നു what is expenditure. Expenditure are business transactions that takes fund from the business. ബിസിനസ്സിൽ നിന്നും ഫണ്ട് പുറത്തേക്ക് പോകാൻ കാരണക്കാരനായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് പോകുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് പോകുന്നത്? ദിസ് ഈസ് ബിസിനസ് ഫേം. ഫസ്റ്റ്ലി വി ആർ പർച്ചേസിങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ യു ഹാവ് ടു പർച്ചേസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതിന് പൈസ വേണം, അതിന് ഫണ്ട് വന്നിട്ടുണ്ട്. ഓണർ ഫണ്ട് ഇറക്കിയിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്, ഫ്രണ്ട്സിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് മേടിച്ചു? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിച്ചു. ദിസ് ഈസ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. ബിസിനസ്സിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് പോയി, കാരണം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ബിസിനസ്സിലേക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് കുറേ പോയിട്ടുണ്ട്, കാരണം പൈസ കൊടുക്കണ്ടേ, അല്ലാണ്ട് വെറുതെ തരില്ലല്ലോ. ലൈക്ക് ദാറ്റ് പർച്ചേസ് ഓഫ് മെഷീനറി. പർച്ചേസ് ഓഫ് മെഷീനറി, മെഷീനറി മേടിക്കണ്ടേ? മെഷീനറി ഇല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ മെഷീനറി മേടിക്കണം, അതും ഒരു ചിലവാണ്. ദെൻ പർച്ചേസ് ഓഫ് പ്ലാന്റ്. വലിയ വലിയ പ്ലാന്റുകൾ മേടിക്കണം, വലിയ വലിയ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ മേടിക്കണം. സോ അതും പ്രൊഡക്ഷൻ ആവശ്യമുള്ളതാണ്, അതും നമ്മൾ മേടിച്ചു. ദാറ്റ് ഈസ് ഓൾസോ ടേക്കിംഗ് ഫണ്ട് ഫ്രം ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്നും ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം. വിഷമിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ വേണം, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കാൻ പറ്റില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേണം, മെഷീനറി വേണം, പ്ലാന്റ് വേണം. ചിലവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലവ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ആ ചിലവുകൾ ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. സാലറി പെയ്ഡ്, സാലറി കൊടുക്കണ്ടേ, എംപ്ലോയീസിന് സാലറി കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്, ചിലവാണ്. ഇൻട്രസ്റ്റ് പെയ്ഡ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കണം? ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സ്പെൻഡിച്ചർ, ചിലവാണ്. ഓഫീസ് എക്സ്പെൻസസ്, ഒരു ഓഫീസ് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ വേണം. അവിടെ A4 സൈസ് പേപ്പറുകൾ വേണം, പ്രിൻ്റർ വേണം, പ്രിൻ്ററിന് മഷി വേണം, സ്റ്റാപ്ലർ വേണം, സ്റ്റാപ്ലർ പിൻ വേണം. ഒരു ഓഫീസ് വർക്ക് ചെയ്യണമെങ്കിൽ കുറേ സാധനങ്ങൾ വേണ്ടി വരും. ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ.
ഇതൊക്കെ എക്സ്പെൻഡിച്ചറാണ്. ഇതിൽ ആദ്യം പറഞ്ഞ 3 എക്സ്പെൻഡിച്ചറിന് ഒരു പ്രത്യേകത ഉണ്ട്. ദിസ് വിൽ ബി ഹ്യൂജ് ഇൻ എമൗണ്ട് ആൻഡ് ദിസ് വിൽ ബി വൺസ് ഇൻ എ ടൈം എക്സ്പെൻഡിച്ചർ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എല്ലാ മാസവും മേടിച്ചു കൂട്ടില്ല നമ്മൾ. അത് തുടക്കത്തിൽ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിക്കുന്നു. മെഷീനറി എല്ലാ ആഴ്ചയും മേടിക്കുന്ന സാധനമല്ല മെഷീനറി. ഒരു വലിയ മെഷീനറി നമ്മൾ വൺസ് ഇൻ എ ടൈം നമ്മൾ മേടിക്കുന്നു, അത് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്ലാന്റും അതെ, വലിയ പ്ലാന്റ്, പ്രൊഡക്ഷൻ പ്ലാന്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതും നമുക്ക് വൺസ് ഇൻ എ ടൈം മേടിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സംഗതിയല്ല. പക്ഷേ സാലറി പെയ്ഡ് വൺസ് ഇൻ എ ടൈം ആണോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, എല്ലാ മാസവും കൊടുക്കണം സാലറി, ഇല്ലെങ്കിൽ സമ്മതിക്കുമോ? ഇൻട്രസ്റ്റ് പെയ്ഡ് എല്ലാ മാസവും അടയ്ക്കേണ്ട സംഗതിയാണ് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഓഫീസ് എക്സ്പെൻസസ് എല്ലാ മാസവും ചിലപ്പോൾ ഓഫീസ് എക്സ്പെൻസുകൾ വരും. അതൊന്നുമില്ലെങ്കിൽ എന്താണ് A4 സൈസ് പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാപ്ലർ പിൻ ആയിരിക്കാം. എന്തായാലും എല്ലാ മാസവും ഓഫീസ് എക്സ്പെൻസുകൾ വരും. സോ അവസാനം പറഞ്ഞ 3 എണ്ണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചിലവുകളാണെങ്കിൽ ആദ്യം പറഞ്ഞ 3 എണ്ണം വല്ലപ്പോഴും സംഭവിക്കുന്ന ചിലവുകളാണ്. സോ അഗെയിൻ വി ആർ ഗോയിങ് ടു സീ എക്സ്പെൻഡിച്ചർ ഇൻ ഡീറ്റെയിൽ. എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ കഴിഞ്ഞ റിസിപ്റ്റിനെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താ ഇവിടെ ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ വിച്ച് ആർ നോട്ട് റിക്കറിങ്, എക്സ്പെൻഡിച്ചർ വിച്ച് ആർ നോട്ട് റിക്കറിങ്, അടിക്കടി ഉണ്ടാകാത്ത എക്സ്പെൻഡിച്ചർ ആൻഡ് നോർമലി ഹ്യൂജ് ഇൻ എമൗണ്ട് ഈസ് കോൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ റെസിപ്റ്റ് പോലെ തന്നെ റെസിപ്റ്റ് ഇവിടെ എക്സ്പെൻഡിച്ചർ ആണെന്ന് മാത്രം, ചെലവാണെന്ന് മാത്രം. ഇറ്റ് ജനറേറ്റ്സ് ബെനഫിറ്റ്സ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, സേ മോർ ദാൻ 1 year. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിക്കുന്നത് എന്തിനാ? ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ് ബെനിഫിറ്റ് വിൽ ബി ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു വർഷത്തിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. മെഷീനറി അങ്ങനെയാണ്. ഒരു കൊല്ലത്തേക്ക് വേണ്ടിയിട്ടല്ല മെഷീനറി മേടിക്കുന്നത്, 5-6 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീനറി മേടിക്കുന്നത്. പ്ലാന്റ് അങ്ങനെയാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അങ്ങനെയാണ്. 5-6 വർഷങ്ങളിലേക്കോ അല്ലെങ്കിൽ 10-15 വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ്, ഒരു ലോങ് പീരീഡിലേക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? എക്സ്പെൻഡിച്ചർ വിച്ച് ആർ റിക്കറിങ് ഇൻ നേച്ചർ. റിക്കറിങ് ഇൻ നേച്ചർ മീൻസ് അടിക്കടി ഉണ്ടാകുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് നോർമലി സ്മോൾ ഇൻ എമൗണ്ട്, സാധാരണഗതിയിൽ വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ഇറ്റ് ഈസ് ടു റൺ ദ ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസ് റൺ ചെയ്യാൻ, ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചെലവുകളാണ്. ഇറ്റ് ജനറേറ്റ്സ് ബെനഫിറ്റ്സ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. കുറച്ച് കാലത്തേക്ക് മാത്രമേ അവർ നമുക്ക് വേണ്ടി പണിയെടുക്കുള്ളൂ. ഇനി അടുത്ത മാസം പണിയെടുക്കണമെങ്കിലോ അടുത്ത മാസത്തെ സാലറി കൊടുക്കണം. മനസ്സിലാണല്ലോ. ഓഫീസ് എക്സ്പെൻസസ്, ഒരു കുറേ ബണ്ടിൽ ഓഫ് A4 സൈസ് പേപ്പർ മേടിച്ചു, അത് 10 വർഷത്തേക്കാണോ നമ്മൾ A4 സൈസ് പേപ്പർ മേടിക്കുന്നത്? അല്ല, കുറച്ച് കാലത്തേക്ക്. അത് കഴിഞ്ഞാൽ വീണ്ടും മേടിക്കണം. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറച്ച് കാലത്തേക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. വൈൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഡൺ ഫോർ ബെനിഫിറ്റ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോളൂ. പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ചിലവാണോ? അല്ല, വൺസ് ഇൻ എ ടൈം ഉണ്ടാവുന്ന ചിലവാണ്. ബെനിഫിറ്റ് കുറേ കാലത്തേക്ക് നിൽക്കുമോ? കുറേ കാലത്തേക്ക് നിൽക്കും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര കാലം നമ്മുടെ കയ്യിലുണ്ടോ അത്രയും കാലം അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാം. പർച്ചേസ് ഓഫ് മെഷീനറി അഗെയിൻ വൺസ് ഇൻ എ ടൈം വരുന്ന ഒരു ചിലവാണ്. ഇറ്റ് ഈസ് നോട്ട് റിക്കറിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി ഹ്യൂജ് ഇൻ എമൗണ്ട്. പർച്ചേസ് ഓഫ് പ്ലാന്റ് സെയിം തിങ്. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ എന്താ? സാലറി, വേജസ് പെയ്ഡ് അല്ലേ? ഓരോ മാസത്തേക്കാണ് നമ്മൾ സാലറിയും വേജസും കൊടുക്കുന്നത്. വേജസ് ദിവസമായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് ആ ദിവസം മാത്രമേ കിട്ടുള്ളൂ. അടുത്ത ദിവസം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അടുത്ത ദിവസത്തെ വേജസ് കൊടുക്കണം. ആൻഡ് ദാറ്റ് വിൽ ബി സ്മോൾ ഇൻ എമൗണ്ട്. സാലറിയും വേജസും സ്മോൾ ആയിരിക്കും. ആൻഡ് റിക്കറിങ് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കണം. ഇലക്ട്രിസിറ്റി ബില്ല് സാധാരണഗതിയിൽ 2 മാസം കൂടുമ്പോഴാണ് വരുന്നത് അല്ലേ? അപ്പോൾ 2 മാസത്തെ ബില്ലാണ് നമ്മൾ അടയ്ക്കുന്നത്. സോ ബെനിഫിറ്റ് 2 മാസത്തേക്കേ കിട്ടുള്ളൂ. ഇനി അടുത്ത 2 മാസത്തേക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടണമെങ്കിൽ അടുത്ത 2 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ. സോ ഇറ്റ് വിൽ ബി സ്മോൾ ഇൻ എമൗണ്ട് ആൻഡ് ഇറ്റ് വിൽ ബി റിക്കറിങ്. എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇത് അടച്ചുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ഓഫീസ് എക്സ്പെൻസസ് ലൈക്ക് ദാറ്റ്. So these are the subdivision of expenditure, capital expenditure and revenue expenditure. ഇത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, വാട്ട് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, വാട്ട് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് വാട്ട് ഈസ് റവന്യൂ റെസിപ്റ്റ്.
നൗ റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ യുവർ ഹോം. നിങ്ങൾക്ക് കുറേയും കൂടെ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ സംഭവിക്കുന്ന ചില വരവും ചെലവിനെയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരാണ്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻ നേച്ചർ ഓർ റവന്യൂ ഇൻ നേച്ചർ. അത് മനസ്സിലാക്കിയെടുക്കലാണ് അക്കൗണ്ടൻറ്റിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഐറ്റം, യുവർ പാരൻറ്റ് റിസീവ്ഡ് സാലറി ഓർ വേജസ്. നിങ്ങളുടെ പാരൻറ്റിന് കൂലി കിട്ടി അല്ലെങ്കിൽ സാലറി കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെദർ ഇറ്റ് ഈസ് എ റെസിപ്റ്റ് ഓർ എക്സ്പെൻഡിച്ചർ. സിമ്പിൾ, ഇറ്റ് ഈസ് റെസിപ്റ്റ്, വരവാണല്ലോ അല്ലേ. അടുത്ത ചോദ്യം, ഇത് റിക്കറിംഗ് ആണോ നോൺ റിക്കറിംഗ് ആണോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണോ അതോ വല്ലപ്പോഴും ഉണ്ടാവുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. എല്ലാ മാസവും ചിലപ്പോൾ സാലറി കിട്ടും, എല്ലാ ദിവസവും പണിയെടുക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഹ്യൂജ് ഓർ സ്മോൾ. സാധാരണഗതിയിൽ സ്മോൾ ആയിരിക്കും. സാലറി ആയാലും ശരി, എന്താണ് വേജസ് ആണെങ്കിലും ശരി, ചെറിയ എമൗണ്ട് ആയിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ഇൻ ദിസ് വേ, ഇറ്റ് ഈസ് എ റെസിപ്റ്റ് വിച്ച് ഈസ് റിക്കറിംഗ് ആൻഡ് സ്മോൾ ഇൻ എമൗണ്ട്, സോ ഇറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ്. അതിനെയാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. സ്മോൾ ആണ്, റിക്കറിംഗ് ആണ്. യുവർ പാരന്റ് ടുക്ക് എ ബാങ്ക് ലോൺ ഓഫ് ₹5 lakh. നിങ്ങളുടെ പാരന്റ് 5 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ എടുത്തു. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ബാങ്ക് ലോൺ എടുത്തു. സോ ദാറ്റ് ഈസ് ഓൾസോ റെസിപ്റ്റ്. ഫണ്ട് ഈസ് കമ്മിങ് ഇൻ ടു ദ ഫാമിലി, അല്ലേ, കയ്യിലേക്ക് പൈസ വരികയാണ്. ദാറ്റ് ഈസ് റെസിപ്റ്റ്. അടുത്ത ചോദ്യം, റിക്കറിംഗ് ആൻഡ് നോൺ റിക്കറിംഗ്. ഓരോ ആഴ്ചയും ലോൺ എടുക്കുന്നുണ്ടോ അതോ വല്ലപ്പോഴും എടുക്കുന്നതാണോ? വല്ലപ്പോഴും എടുക്കുന്നതാണ് അത്, അല്ലേ. സോ ദാറ്റ് ഈസ് നോൺ റിക്കറിംഗ് ഇൻ നേച്ചർ. ആൻഡ് വെദർ ഇറ്റ് ഈസ് സ്മോൾ ഓർ ബിഗ്, ഹ്യൂജ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഹ്യൂജ്, അല്ലേ. 5 lakhs എന്ന് പറയുന്ന ഒരു വീടിനെ സംബന്ധിച്ചോളം, ഒരു ഫാമിലിനെ സംബന്ധിച്ചോളം വലിയൊരു എമൗണ്ട് ആണ്. So we can conclude in this way, it is a receipt which is non-recurring and which is huge. So it is a capital receipt. Now purchased a car for ₹3,50,000. 3,50,000 രൂപ കൊടുത്തിട്ട് ഒരു കാർ മേടിച്ചു. അതൊരു ചെലവാണ്, അല്ലേ. വരവല്ലല്ലോ. കാർ മേടിക്കുക എന്ന് പറയുന്നൊരു ചെലവാണ്, പൈസ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ. Again the question is recurring ആണോ നോൺ റിക്കറിംഗ് ആണോ? എല്ലാ ആഴ്ചയും മേടിക്കുന്ന സാധനമല്ല ഈ കാർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നോൺ റിക്കറിംഗ്. ആൻഡ് ഹ്യൂജ് ഓർ സ്മോൾ, ഇറ്റ് വിൽ ബി എ ഹ്യൂജ് എമൗണ്ട്. സോ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഹ്യൂജ് ആണ്, നോൺ റിക്കറിംഗ് ആണ് എക്സ്പെൻഡിച്ചർ. സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പർച്ചേസ്ഡ് ബേക്കറി ഐറ്റംസ് ഫോർ ₹150. സാധാരണഗതിയിൽ വീട്ടുകളിൽ മേടിക്കുന്ന സാധനമാണ്, അല്ലേ, ബേക്കറി ഐറ്റംസ്, ലഡ്ഡോ ജിലേബിയോ. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ 150 രൂപ കൊടുത്തിട്ട് ബേക്കറി ഐറ്റംസ് മേടിച്ചു. എക്സ്പെൻഡിച്ചറാണ്, ഓഫ് കോഴ്സ്. റിക്കറിംഗ് ആണോ നോൺ റിക്കറിംഗ് ആണോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണോ അതോ വല്ലപ്പോഴും ഉണ്ടാവുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അല്ലേ. 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ദിവസവും നമ്മൾ ബേക്കറി മേടിക്കാൻ പറയാം അച്ഛനോട്, ഇല്ലെങ്കിൽ നമ്മൾ ഭീഷണി മുഴക്കും, അല്ലേ. സോ മിക്കവാറും ദിവസങ്ങളിൽ ബേക്കറി ഐറ്റംസ് മേടിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് റിക്കറിംഗ്. ആൻഡ് ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് ഹ്യൂജ് ഓർ സ്മോൾ. 150 രൂപ, സ്മോൾ എമൗണ്ട്. സോ ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. പർച്ചേസ്ഡ് ഗ്രോസറി, പലചരക്ക് വ്യഞ്ജനങ്ങൾ നമ്മൾ മേടിച്ചു, അരി സാമാനങ്ങൾ മേടിച്ചു. അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ. ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കണ്ടേ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ്ഡ് ഗ്രോസറി. ഗ്രോസറി എന്ന് പറഞ്ഞാൽ പലചരക്ക് വ്യഞ്ജനങ്ങൾ നമ്മൾ മേടിച്ചു. ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദാറ്റ് വിൽ ബി റിക്കറിംഗ്. അത് എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് മേടിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് ദാറ്റ് വിൽ ബി സ്മോൾ ഇൻ എമൗണ്ട്. സോ ഇറ്റ് ഈസ് revenue expenditure. In this way we have to identify whether a receipt is revenue receipt or capital receipt and whether an expenditure is capital expenditure or revenue expenditure. ഇത് മനസ്സിലാക്കിയെടുക്കൽ ഒരു അക്കൗണ്ടന്റിൻ്റെ ബുദ്ധിയാണ്. വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ഈ വീഡിയോ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ 4 കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്? വി ഹാവ് സീൻ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണെന്നുള്ളത് കണ്ടു, റവന്യൂ റെസിപ്റ്റ് എന്താണെന്നുള്ളത് കണ്ടു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് കണ്ടു, ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് കണ്ടു. വളരെ വ്യക്തമായിട്ടിത് മനസ്സിലാക്കിയെടുക്കണം. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കണം. എന്നിട്ട് മനസ്സിലായെങ്കിൽ എന്നോട് സംശയം ചോദിക്കണം. ഇതിന് ശേഷമുള്ള ക്വിസ് വളരെ ഭംഗിയായിട്ട് ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്.